ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. മലബാർ ഭാഗത്ത് പ്രത്യേകിച്ചും മലപ്പുറത്തൊക്കെ രാവിലെ അപ്പത്തിൻ്റെ കൂടെ നീർദോശയുടെ കൂടെയൊക്കെ സ്ഥിരമായി ഉണ്ടാക്കുന്ന കറിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ വീഡിയോ കാണുക. ആദ്യമായിട്ടാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തേങ്ങ അരച്ചെടുക്കുകയാണ്. 1/2 കപ്പ് തേങ്ങയുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് എത്ര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ വളരെ കുറച്ച് ചെറിയ ചെറിയ പീസസ് മതി. 2 അല്ലി ഒക്കെ മതി. അതൊരുമിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരയണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് തന്നെ അരയണം. ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ 2 ടീസ്പൂൺ ഉണ്ടായാൽ തന്നെ ധാരാളമായിരിക്കും. ഞാനിപ്പോൾ ഒരു 3 മുട്ട വെച്ചിട്ടാണ് കറി ചെയ്യണത്. കടുക് പൊട്ടിച്ചു. ചുവന്നുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 അല്ലി ചുവന്നുള്ളി ഇടുക. കാരണം ചുവന്നുള്ളിയാണ് ശരിക്കും ഈ കറിക്കൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ചുവന്നുള്ളി ഇല്ല എങ്കിൽ ഇപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷേ ചുവന്നുള്ളി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പരമാവധി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ അരയണം. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ നല്ല ലൂസായിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ മുട്ടയൊക്കെ ഇട്ട് കഴിയുമ്പോൾ കറി ഒന്ന് കുറുകി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ലൂസായിട്ടാണ് ഈ കറി ഉണ്ടാക്കുക. തുടക്കത്തിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് കുറുകി വന്നോളും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ചൊരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കറിയാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിടുമ്പോൾ മുട്ടയിലേക്കും കൂടിയും പിടിക്കാൻ തക്ക വിധം ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ട പുഴുങ്ങി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ തന്നെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചാൽ മതി. നമ്മൾ ബുൾസൈ ഒക്കെ ഒഴിക്കൂലേ, അതുപോലെ ഒഴിച്ചാൽ മതി. മിക്സ് ചെയ്യൊന്നും വേണ്ട, നേരെ പൊട്ടിച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഓരോന്നോരോന്ന് പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിൽ തൊടാത്ത രീതിയിൽ വേണം ഒഴിക്കാൻ. ഒന്നൊഴിച്ചതിൻ്റെ കുറച്ച് ദൂരെ മാറിയിട്ട് വേണം വേറൊന്നൊഴിക്കാൻ. മുട്ടയുടെ എണ്ണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. 2 ആളാണെങ്കിൽ 2 മുട്ട, അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിങ്ങനെ മാറി മാറി ഒഴിക്കണം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് വെക്കുക ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ മുട്ടയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നെ എടുക്കാൻ കിട്ടും. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. അപ്പോൾ തേങ്ങ ഓവറായിട്ട് അങ്ങ് വെന്തു പോവും. പിന്നെ അടച്ച് വെച്ച് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് ഒന്ന് വെന്തോളും. ഇപ്പോൾ ഇതെല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ഒരു പരുവത്തിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് വെള്ളം ഒഴിച്ചിരുന്നതാണ്. ഇപ്പോൾ അത്രയൊന്നുമില്ല, കുറുകിയാണ് ഇരിക്കുന്നത്. ഞാൻ 3 മുട്ടയായിരുന്നു ഒഴിച്ചിരുന്നത്. ഒരെണ്ണം ചെറുതാണ്. അപ്പോൾ അത് 3 എണ്ണമായിട്ട് തന്നെ വേറെ തന്നെ കാണും. ഇത്രയേ ഉള്ളൂ പണി. ഇപ്പോൾ കറി റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല, കഴിച്ചാൽ മതി. ഇതിലേക്ക് ഞാൻ നീർദോശയാണ് ഉണ്ടാക്കിയത്. നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ അപ്പം എന്ന് പറയും, നീർദോശ എന്ന് പറയുന്ന സംഭവം. അതും ഈസിയാണല്ലോ രാവിലെ. ഇപ്പോൾ മുട്ടക്കറിയും അതുപോലെ നീർദോശയാണെങ്കിൽ തലേദിവസം അരി വെള്ളത്തിലിട്ട് വയ്ക്കുക, രാവിലെ അരയ്ക്കുക. ഉപ്പിട്ടിട്ട് നല്ല ലൂസായിട്ടുള്ള മാവാണ്. അത് ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കുക.
ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ സ്ഥിരമായി രാവിലെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. മുട്ടക്കറി ആണെങ്കിൽ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നും വേണ്ട. മുട്ട പുഴുങ്ങിയെടുക്കുക അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പത്തിനായാലും നമ്മൾ തലേദിവസം അരി അരച്ച് വയ്ക്കൊന്നും വേണ്ട, വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. രാവിലെ പെട്ടെന്ന് തന്നെ അരച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ഈ കറി നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ കറി റെഡി ആയി കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കിഡിലനൊരു കറിയാണ്. അപ്പോൾ ഓംലെറ്റ് ഒന്നും ഉണ്ടാക്കി കറി ഉണ്ടാക്കണം അത്രയൊന്നും ബുദ്ധിമുട്ടില്ല, മുട്ട പുഴുങ്ങുകയും വേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.